ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. ആലുവയിലെ CMRL ഓഫീസിൽ പരിശോധന. അയോധ്യയിലെ രാമക്ഷേത്രത്തെ അനുകൂലിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പരാമർശത്തിൽ വിവാദം കെട്ടടങ്ങുന്നില്ല. IN-ലും KT ജലീലും അടക്കം എതിർചേരി ഇത് ആയുധമാക്കുമ്പോൾ പരാമർശത്തിനെതിരെ ലീഗിനുള്ളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. തീവ്ര നിലപാട് ഭിന്നിപ്പ് രൂക്ഷമാക്കുമെന്നും പാണക്കാട് കുടുംബം സ്വീകരിച്ചത് പരമ്പരാഗത നിലപാടാണ് എന്നും സാദിഖ് അലി തങ്ങൾ പിന്തുടർന്നത് എന്ന അഭിപ്രായവും പാർട്ടിയിലെ ഒരു വിഭാഗത്തിനുണ്ട്. ഭാരതരത്നം മലപ്പുറത്തേക്ക് എത്തുമോ എന്നായിരുന്നു KT ജലീലിന്റെ പരിഹാസം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ആണ് ഇപ്പോൾ പുറത്തുവരികയും ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം. രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിന് പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുന്ന ക്ഷേത്രം, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. നമ്മൾ അതിനെ ഉൾക്കൊള്ളുക. ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ്. അത് കർഷകർ തകർത്തു നമുക്കറിയാം. നമുക്കതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിനാണുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജസ്വലതയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം. പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അന്ന് എല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയും ആയിരുന്നില്ല. തകർന്നത് ബാബരി മസ്ജിദാണ്, തകർക്കപ്പെട്ടത് UP-യിലാണ്, അയോധ്യയിലാണ്. പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഉറ്റുനോക്കിയത് ഇങ്ങ് തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കാണ്. അവരുറ്റുനോക്കിയത് മറ്റൊന്നിനുമല്ല, ഇവിടെ സമാധാനത്തിന്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത്. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നേരത്തെ നടത്തിയ ഒരു പരാമർശമാണ്, അത് പിന്നീട് പുറത്തു വരികയും വലിയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്യുന്നു. കുഞ്ഞാലിക്കുട്ടി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇതിനെ വ്യാഖ്യാനിച്ച് വഷളാക്കേണ്ടതില്ല, തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതുമില്ല, സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് വശംവദരായി പോകരുത് എന്ന സന്ദേശം തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകിയത് എന്നാണ്. പക്ഷേ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ ലീഗിനകത്ത് തന്നെയുള്ളവർ തയ്യാറല്ല എന്നാണോ? അഭിലാഷ്, തീർച്ചയായും ലീഗിനുള്ളിലും ഒപ്പം പണ്ഡിത സംഘടനയായ സമസ്തയ്ക്കുള്ളിലും വലിയ ഭിന്നത അല്ലെങ്കിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് മഞ്ചേരി പുൽപ്പറ്റയിൽ ലീഗ് അധ്യക്ഷൻ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. എന്നാൽ പ്രസംഗം പുറത്തു വരുന്ന സാഹചര്യം ആയപ്പോഴേക്കും കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോയി. ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് അമ്പലം വന്നതിനപ്പുറം ഗ്യാൻവാപി പള്ളിയിൽ പൂജയ്ക്കായി ഒരു വിഭാഗം, ഹിന്ദുക്കൾക്കായി ഒരു ഭാഗം തുറന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങി. അതേ കാന്തപുരം അടക്കമുള്ള മറ്റ് വശങ്ങളിൽ നിന്നും മുസ്ലിം സംഘടനകളിൽ നിന്നും കടുത്ത എതിർപ്പ്, വലിയ പരാമർശങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തെ ലഘൂകരിച്ച്, അല്ലെങ്കിൽ ബാബരി മസ്ജിദും വരാൻ പോകുന്ന ബാബരി മസ്ജിദും അയോധ്യ ക്ഷേത്രവും ഈ മതേതരത്വത്തിന്റെ വലിയ പ്രതീകമായി വാഴും എന്ന് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും സെൻസിറ്റീവായ മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളത്. ബാബരി മസ്ജിദ് പ്രശ്നം വന്നപ്പോൾ രാജ്യമൊട്ടുക്കും കേരളത്തിലേക്കാണ് ഉറ്റുനോക്കിയത്. ഇവിടെ സമാധാനത്തിന്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് നോക്കിയത് നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം പറയുന്നു. ഒപ്പം
രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പരാമർശത്തിൽ ആണ് ഇപ്പോഴും വിവാദം അവസാനിക്കാത്തത്. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ബഹുമാനിക്കുന്ന ശ്രീരാമസ്വാമി ക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും അത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിൻ്റെ ആവശ്യമായിരുന്നു എന്നുമായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരത്തെ പറഞ്ഞത്. അയോധ്യയിൽ ആ ക്ഷേത്രം നിലവിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ടു പോകണം. ഇത് നമ്മുടെ മതേതരത്വത്തിന് മാതൃകയാണ് എന്ന പരാമർശം ആണ് വിവാദമായിട്ടുള്ളത്. എന്നാൽ ഇത് വിവാദമാക്കേണ്ടതില്ല എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഈ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി KT ജലീൽ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് എത്തുകയും ചെയ്തു. സാദിഖ് അലി തങ്ങൾ മാപ്പ് പറയണം എന്നുള്ളതായിരുന്നു INLന്റെ ആവശ്യം. ഹിന്ദു ശക്തികളെ പ്രീണിപ്പിക്കുന്ന വിധത്തിൽ ആണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസ്താവന നടത്തിയത് എന്ന വിമർശനം കൂടി ഉന്നയിക്കുന്നു. അങ്ങനെ ഭാരതരത്ന മലപ്പുറത്തേക്ക് എത്തുമോ എന്നതുൾപ്പെടെയുള്ള വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടത്. ഇതിൽ അനീഷ് എടുത്തു പറയേണ്ടത് ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് KT ജലീലും INLുമാണ് വലിയ വിമർശനം ഉന്നയിക്കുന്നത്. ഇത് വലിയൊരു ശതമാനം ഹൈന്ദവ സമൂഹത്തെ തന്നെ, അതായത് മതേതര മൂല്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഹൈന്ദവ വിഭാഗങ്ങളെയും അവഹേളിക്കുകയാണ് തങ്ങൾ ചെയ്തത് എന്ന വിമർശനം അടക്കം INL ഉയർത്തുകയാണ്. തീർച്ചയായും INL ആണ് സത്യത്തിൽ ഈ പ്രസ്താവന കൂടുതൽ ഒരു ജനശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പരക്കെ എടുത്തിട്ടതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. INL വർക്കിംഗ് പ്രസിഡന്റ് NK അബ്ദുൽ അസീസ് ആണ് ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പോസ്റ്റ് ഇട്ടത്. RSSന്റെ രാഷ്ട്രീയ ഹിന്ദുത്വമല്ല യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളുടെ ആത്മീയ ഹിന്ദുത്വം എന്ന് അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞു. ഒപ്പം RSSന്റെ രാമരാജ്യം ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യമല്ല എന്നും പറയുന്നു. ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് RSSന്റെ വാദങ്ങൾക്ക് ഏതാണ്ട് അംഗീകാരം നൽകുന്ന അല്ലെങ്കിൽ RSSന്റെ അജണ്ടയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയതെന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി പറഞ്ഞു വയ്ക്കുന്നത്. ഈ രണ്ട് വ്യത്യാസം, അതായത് RSSന്റെ ഹിന്ദുത്വവും യഥാർത്ഥ ഹിന്ദുത്വവും RSSന്റെ രാമരാജ്യവും ഗാന്ധിജി കണ്ട രാമരാജ്യവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇത് വ്യത്യാസം അറിയാത്തവരല്ല കേരളത്തിലെ നേതാക്കൾ. അവർ തങ്ങളുടെ അണികളെ എന്തിന് മണ്ടന്മാരാക്കുന്നു എന്ന ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം ഈ INLന്റെ മറ്റ് വിഭാഗങ്ങളും രൂക്ഷമായ വിമർശനങ്ങളുമായി എത്തിയിരിക്കുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ തൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യം പോലും ഈ കാസിം ഇരിക്കൂറിനെ പോലുള്ള ആളുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. എന്തായാലും ലീഗിൻ്റെ ഭാഗത്തു നിന്നും നേരിട്ടുള്ള അല്ലെങ്കിൽ ലീഗ് അണികളുടെ ഭാഗത്തു നിന്നും നേരിട്ടുള്ളൊരു പരാമർശമോ പ്രതികരണമോ ഇതേക്കുറിച്ച് ഉണ്ടായില്ല. PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും പറഞ്ഞത് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന ദുർവ്യാഖ്യാനം ചെയ്ത് കുഴപ്പത്തിലാക്കേണ്ട BJPയുടെ കെണിയിൽ പ്രവർത്തകരും ആളുകളും വീഴാതിരിക്കുന്നതിനുള്ള വാക്കുകളാണ് അദ്ദേഹം, ആളുകളെ കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ബാബറി മസ്ജിദ് തകർന്ന കാലത്തും അന്നും ലീഗ് അധ്യക്ഷൻ്റെ നിലപാട്, അന്നത്തെ ലീഗ് അധ്യക്ഷൻ്റെ നിലപാട് ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതായത് അന്തരീക്ഷം ചൂടുപിടിച്ച് നിൽക്കുമ്പോൾ ആ ചൂടുപിടിച്ച അന്തരീക്ഷത്തെ തണുപ്പിക്കുന്നതിനുള്ള ഒരു പ്രതികരണം മാത്രമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനുശേഷം ഇന്നലെ അദ്ദേഹം ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ SKSSMന്റെ സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ കാര്യങ്ങൾ മാറ്റിയിരുന്നു. ഓരോ വിഭാഗത്തിനും ആരാധന നടത്തുന്നതിനുള്ള അവകാശം രാജ്യത്തുണ്ട്. 1991 ആരാധനാലയ സംരക്ഷണ നിയമം ഇതാണ്. ഇതനുസരിച്ച് ഒരു വിഭാഗം പൂജ നടത്തുന്ന ഇടത്ത് മറ്റൊരു വിഭാഗം പൂജ നടത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതായത് ആദ്യത്തെ പ്രസംഗം വിവാദമായ സാഹചര്യത്തിൽ ഗ്യാൻവാബി പള്ളിയുടെ കൂടി പശ്ചാത്തലത്തിൽ മറ്റൊരു നിലപാടുമായി അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകളെ കയ്യിലെടുക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ INL നേതാവ് NK അബ്ദുൾ അസീസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അബ്ദുൾ അസീസ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാപ്പ് പറയണം എന്നാണ് INL ആവശ്യപ്പെടുന്നത്. അത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ്? തീർച്ചയായിട്ടും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാപ്പ് പറയേണ്ടത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തേണ്ട പ്രസ്താവനയല്ല അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് രാമക്ഷേത്രം ബാബരി മസ്ജിദ് തകർത്തയിടത്ത് നിർമ്മിച്ചിട്ടുള്ള രാമക്ഷേത്രം ഇന്ത്യയിലെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുമെന്നാണ്. ഈ ഇന്ത്യയിലെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കും രാമക്ഷേത്രം എന്ന് മുമ്പ് പറഞ്ഞത് RSSന്റെ സർസംഘചാലകാണ്. RSSന്റെ സർസംഘചാലകും
മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒരേ വാചകം മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രസ്താവന ഇറക്കുക, അത് RSSന് അനുകൂലമാവുക എന്ന് പറഞ്ഞാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് രാമക്ഷേത്രത്തെ കുറിച്ചാണ് എങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് രാമക്ഷേത്രത്തെ കുറിച്ച് മാത്രമല്ലല്ലോ. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് രാമക്ഷേത്രം നിർമ്മിക്കുന്നു, സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് അവിടെ മസ്ജിദ് പണിയാൻ തയ്യാറെടുക്കുന്നു. ഈ രാമക്ഷേത്രവും പണിയാനിരിക്കുന്ന മസ്ജിദും നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ രാമക്ഷേത്രം മാത്രം നമ്മുടെ രാജ്യത്തിന്റെ അങ്ങനെ അദ്ദേഹത്തിന്റെ വാചകം അങ്ങനെയാണ്. പക്ഷേ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി ഇക്കാര്യം മാത്രമല്ല പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞത് സുന്നി വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് 2.77 ഏക്കർ ഭൂമി എന്നാണ്. ആ 2.77 ഏക്കർ ഭൂമി വഖഫാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ട ഭൂമിയാണ് എന്നാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ട ഭൂമിയിൽ ഒരു ക്ഷേത്രം, അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നത് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതു കോടതിയുടെ ഉത്തരവുണ്ടെങ്കിലും അംഗീകരിക്കാവതല്ല. ഈ രാജ്യത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിലപാട് അതായതുകൊണ്ട് നിശബ്ദമായി വളരെ വേദനയോടുകൂടി നിശബ്ദത പാലിക്കുക മാത്രമാണ് രാജ്യത്തെ മുസ്ലിമീങ്ങൾ ചെയ്തിട്ടുള്ളത്. രാജ്യത്തെ മതേതര വിശ്വാസികളും അതാണ് ചെയ്തിട്ടുള്ളത്. രാജ്യത്തെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുമെന്ന് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഒരാളും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് നമുക്കറിയാം, മണിശങ്കർ അയ്യർ അദ്ദേഹം താമസിക്കുന്ന വീട് നിൽക്കുന്ന കോളനിയിൽ നിന്നും അദ്ദേഹത്തോട് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ബാബരി മസ്ജിദ് തകർത്ത സ്ഥാനത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അതിനെതിരായി ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. മണിശങ്കർ അയ്യർക്ക് പോലും ഇല്ലാത്ത ഈ തരത്തിൽ RSS വിധേയത്വം പ്രകടിപ്പിച്ചു എന്നതാണ് സാദിഖ് അലി എവിടെയാണ് ശ്രീ അബ്ദുൾ അസീസ് RSS വിധേയത്വം? അദ്ദേഹം, താങ്കൾക്കറിയാമല്ലോ ഈ വിഷയത്തെ ഏത് തരത്തിലാണ് BJP രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്നുള്ളത്. അത് പ്രതിപക്ഷമടക്കം കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ വളരെ കൃത്യമായി ഉയർത്തി കാണിക്കുന്നുണ്ട്. ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ വിഷയത്തെ BJPയും RSSും ഒക്കെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് എന്നുള്ളത് പ്രതിപക്ഷം, കോൺഗ്രസും ലീഗും ഉയർത്തി കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അതിന് ഇട നൽകരുത്, ആ വലയിൽ വീണു പോകരുത് എന്ന സന്ദേശമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകിയത് എന്ന് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുക? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന വാദമല്ല കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഉയർത്തിയത്. ഇന്ത്യയിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ളവർ അവിടെ നിർമ്മിച്ച ക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് എതിരാണ് എന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അവിടെ നിലവിൽ വന്ന ബാബരി മസ്ജിദ് തകർത്തെടുത്ത് നിലവിൽ വന്ന രാമക്ഷേത്രം ഇന്ത്യയിലെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കും എന്ന വാദം ഇന്നുവരെ ആരും ഉന്നയിച്ചിട്ടില്ലാത്തതാണ്. ആകെ ഉന്നയിച്ചത് RSS മാത്രമാണ്. അവിടെയാണ് പ്രശ്നം. RSSനോട് വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമേ മുസ്ലിം ലീഗിനും ലീഗ് നേതാക്കൾക്കും നിലനിൽക്കാൻ കഴിയൂ. അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലും മറ്റു രാഷ്ട്രീയ നേതൃത്വത്തിനും സംഭവിച്ചതുപോലെ അവർക്കും സംഭവിക്കും എന്നവർ ഭയപ്പെടുകയാണ്. നമുക്കറിയാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ പലതരം സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ വേട്ടയാടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ താല്പര്യത്തിനനുസൃതമായി നിലപാടെടുക്കാതെ വരുമ്പോ അവർ ആ തരത്തിലുള്ള അന്വേഷണവുമായി രംഗത്ത് വരുന്നുണ്ട്. ഇതാണ് മുസ്ലിം ലീഗ് ഭയപ്പെടുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മൂത്ത സഹോദരൻ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കെതിരായി ED അന്വേഷണം ഉണ്ടായിരുന്നു. ആ അന്വേഷണം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ റെയ്ഡ് നടത്തി അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മരിച്ചുപോയിട്ടുള്ളത്. ആ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കെതിരായി വന്ന ED അന്വേഷണം പോലെ സമാനമായ അന്വേഷണം ലീഗ് നേതൃത്വത്തിനെതിരായും വരാനിടയുണ്ട് എന്ന ബോധ്യമാണ്, എന്ന വിശ്വാസമാണ്. അതായത് താങ്കൾ എന്താണ് പറയുന്നത്? അങ്ങനെയെങ്കിൽ ഇത് തങ്ങളെ പ്രേരിപ്പിച്ചത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ RSSും BJPയുമായി ബന്ധപ്പെട്ടൊരു ധാരണപ്പുറത്ത് പറയുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നാണോ എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലാതെ മറ്റെന്ത് താല്പര്യമാണ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചിട്ടുള്ളത്? അതായത് EDയെ പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയൊക്കെ കുടുംബത്തിലേക്ക് എത്താൻ സാധ്യത കാണുന്നുണ്ട്
അതിനെ ഭയക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ പരാമർശിച്ച് അതിനെ ചെറുതാക്കണ്ട, സാധ്യത കാണുകയല്ല. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മൂത്ത സഹോദരനായ ഹൈദർ അലി ശിഹാബ് തങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ അന്വേഷണത്തിനിടയിലാണ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മരിച്ചത്. ചന്ദ്രിക പത്രവുമായി ബന്ധപ്പെട്ട 10 കോടി ഉറുപ്പിക കള്ളപ്പണം വെളുപ്പിച്ച കേസാണ് ED അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. അത് യഥാർത്ഥത്തിൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രതിയായിരുന്നില്ല. എന്നിട്ടും തങ്ങൾക്കെതിരെ ആ കേസ് വന്നു, അന്വേഷണം വന്നു, ED റെയ്ഡ് നടത്തി. സമാനമായ സാഹചര്യം വീണ്ടും വരാൻ പോകുന്നു എന്നിപ്പോ നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രസ്താവന, മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രസ്താവന സാദിഖ് അലി തങ്ങളും തങ്ങളുടെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നത് ഇക്കാരണം കൊണ്ട് തന്നെ ഒരു സംശയവും അക്കാര്യത്തിലൊന്നുമില്ല. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് പൂർണ്ണമായും നമ്മൾ എടുക്കേണ്ടതുണ്ടല്ലോ. അദ്ദേഹം പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ക്ഷേത്രവും ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായത് ഉത്തർപ്രദേശിലാണ്. അവിടെയാണ് ഈ കോടതി വിധി അനുസരിച്ച് ഇപ്പോൾ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അവിടെയാണ് മസ്ജിദ് നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. അപ്പോഴും രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. ഇവിടെ ഈ സമാധാനത്തിൻ്റെ പൂത്തിരി ഇപ്പോഴും കത്തുന്നുണ്ടോ എന്നാണ് ആളുകൾ സംശയത്തോടെ നോക്കിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും വൈകാരികമായ ഒരവസ്ഥയും കേരളത്തിൽ ഉണ്ടാക്കരുത്. അത് നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലേക്ക് പോകരുത്. അങ്ങനെ മുസ്ലിം സഹോദരങ്ങൾ ഇടപെടരുത് എന്നല്ലേ അദ്ദേഹം പറയുന്നത്? അതിനെ ഒരു കീഴ്പ്പെട്ട് നിൽക്കൽ എന്നൊക്കെ. അങ്ങനെ മുസ്ലിം സഹോദരങ്ങൾ ശക്തമായ ഒരു വർഗീയ പ്രചാരണത്തിനോ വർഗീയ നിലപാടുകൾക്കോ മുൻകൈയെടുക്കുമായിരുന്നുവെങ്കിൽ തങ്ങൾ പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണമായിരുന്നു. പ്രാണപ്രതിഷ്ഠ മാത്രമല്ല നടന്നത്, ക്ഷേത്രം നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കേരളത്തിൽ ഇന്നുവരെ അത് സംബന്ധമായി ഒരു സംഘർഷമില്ല. അവർ വേദനയോടുകൂടി വേദന കടിച്ചിറക്കിക്കൊണ്ട് അത് സഹിച്ചു മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിമീങ്ങൾ. ഇനി മറ്റൊരു കാര്യം, 92 ബാബരി മസ്ജിദ് തകർന്നപ്പോ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആഹ്വാനമാണ് കേരളം കത്താതെ കാത്തത് എന്ന ഒരു വാദം കൂടി ലീഗിനുണ്ട്. പച്ചക്കള്ളമാണത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്തെന്നാൽ ബാബരിയുടെ തകർച്ചയ്ക്ക് ശേഷം കേരളത്തിൽ നടന്ന കലാപത്തിൽ, കാസർകോട്ടും മലപ്പുറത്തും നടന്ന കലാപത്തിൽ 6 ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കത്താതെ കാത്തു എന്ന് പറയുന്നത് ഈ 6 ജീവനുകൾ പൊലിഞ്ഞ കലാപങ്ങൾ നടന്നതിന് ശേഷമാണോ? നമുക്കറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെയൊന്നുമല്ല. കേരളത്തിൽ ആവശ്യാനുസരണം പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവാറുണ്ട്. അത് തടയാൻ അതാത് പ്രാദേശിക സാമുദായിക നേതൃത്വവും മുൻകൈയെടുക്കാറുണ്ട്. പൊതുവെ കേരളത്തിലെ മനസ്സ് മതനിരപേക്ഷ മനസ്സാ. ആ മതനിരപേക്ഷ മനസ്സുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ പാണക്കാട് തങ്ങന്മാർ തടഞ്ഞത് കൊണ്ടല്ല. പാണക്കാട് തങ്ങന്മാർ BJPക്ക് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി, അതുപോലെ കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വത്തിന് അനുകൂലമായി ഇത്തരം നിലപാടെടുക്കുമ്പോ കേരളത്തിലെ ജനത അവർക്ക് എതിരായ ഒരു സ്റ്റാൻഡാണ് ഇത്രയും കാലം എടുത്തിട്ടുള്ളത്. ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ TG മോഹൻദാസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ TG മോഹൻദാസ്, പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ടു പിന്നാലെ ആയിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം ഉണ്ടായത്. പക്ഷേ അന്നത് വലിയ തോതിലൊന്നും പ്രചരിച്ചില്ല. പിന്നീട് ആണ് പ്രചരിക്കപ്പെട്ടത്. അദ്ദേഹം പറയുന്നത് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ബഹുമാനിക്കുന്ന ശ്രീരാമസ്വാമി ക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്, അതിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല, അത് രാജ്യത്തിന് ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന് ചേർന്ന് തന്നെ അല്ലെങ്കിൽ ഒരു നിശ്ചിത ദൂരത്തിനപ്പുറത്ത് മസ്ജിദ് നിർമ്മിക്കപ്പെടുന്നു. അതൊക്കെ നമ്മുടെ ബഹുസ്വര സമൂഹത്തിൻ്റെ, മതേതരത്വ സമൂഹത്തിൻ്റെയൊക്കെ പ്രതിഫലനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സാങ്കേതികത്വമുണ്ട്. അത് ടെക്നിക്കലി ഇതേ വാക്കുകൾ തന്നെ ആകണമെന്നില്ല. പക്ഷേ അതിനെതിരെ INL അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തുന്നു. KT ജലീൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഇടത് സഹയാത്രികനായ അഡ്വക്കേറ്റ് ഷുക്കൂർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ശിഹാബ് തങ്ങൾ രാജ്യത്തോട് മാപ്പ് പറയണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ശിഹാബ് തങ്ങളുടെ ഒരു സെൻസിബിൾ ആയിട്ടുള്ള നിലപാടാണ് അതിലെടുത്തത്. എന്താ ഇത്ര വലിയ ബഹളം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രാമക്ഷേത്രത്തിന്റെ വിധി 2019 വന്നതല്ലേ? ഈ പ്രസംഗവും അദ്ദേഹം കുറെ നാൾ മുമ്പ് ചെയ്തതല്ലേ? അപ്പോ ഈ ഒരിക്കൽ വിധി വന്നു കഴിഞ്ഞു, പിന്നെ അത് ചൊറിഞ്ഞ് പഴുപ്പിക്കുന്നത് മര്യാദയല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടിൽ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്ന സമുദായം ഉണ്ടല്ലോ, അത് പറഞ്ഞതിനാണല്ലോ ഇദ്ദേഹത്തെ എല്ലാവരും കൂടെ തല്ലാൻ പോകുന്നത്. ഇവിടെ നിർഭാഗ്യവാന്മാരായ ഭൂരിപക്ഷ സമുദായം ജീവനോടെ ഉണ്ട്. അവരുടെ ഒരു ആഗ്രഹമായിരുന്നു രാമക്ഷേത്രം. അത് നടന്നോട്ടെ, തൊട്ടടുത്ത് വലിയ പള്ളി വരുന്നുണ്ടല്ലോ, ഇതൊക്കെയല്ലേ മതേതരത്വം എന്ന് അങ്ങേര് പറഞ്ഞുപോയി. അതൊരു സെൻസിബിൾ ആയിട്ടുള്ള സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അതിന്റെ സ്പിരിറ്റ് മനസ്സിലാവും.
പിന്നെ അത് എഴുതി പരിശോധിച്ചിട്ട് മുസ്ലിം ലീഗിനെ ഡിഫെൻസീവിലാക്കാൻ INL-നും KT ജലീലിനും ഒക്കെ താല്പര്യം ഉണ്ടാവും. അവരാ രാഷ്ട്രീയ താല്പര്യം വെച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നതേ ഉള്ളൂ. അതല്ലാതെ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലും കൊടുക്കപ്പോ അവര് ഭൂരിപക്ഷ സമുദായമായി പോയി എന്നുള്ളതാണല്ലോ കുറ്റം. ഇവർക്ക് വേണ്ടത് എന്താ? ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വീറ്റോ വേണം. ഞങ്ങള് വീറ്റോ പ്രയോഗിക്കും. ആരുടെ എന്ത് അവകാശമാണെങ്കിലും എന്ത് കുന്തമാണെങ്കിലും ഞങ്ങളുടെ വീറ്റോ കഴിഞ്ഞ് അവശേഷിക്കുന്നത് മാത്രം ബാക്കിയുള്ളവർക്ക് എടുക്കാം, അല്ലെങ്കിൽ എല്ലാം ഞങ്ങളുടേതാണ്. ഇതിന് താളം പിടിക്കാൻ പണ്ട് മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു. ആ വികസനത്തിന്റെ ഫസ്റ്റ് ബെനിഫിഷ്യറി ന്യൂനപക്ഷമായിരിക്കണം, ഭൂരിപക്ഷം പോയി കൂടുതൽ എന്ന് ബ്രാക്കറ്റ്. അപ്പൊ ഈ ഭൂരിപക്ഷത്തോടുള്ള ഈ കാരണം കൂടാതെയുള്ള വെറുപ്പ് അവരുടെ സർവനാശത്തിലേക്ക് കലാശിക്കുള്ളൂ. ഭൂരിപക്ഷം മുസ്ലിങ്ങളും അവരുടെ കൂടെ ഉണ്ടാവില്ല, ഭൂരിപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന ഹിന്ദുക്കളും അവരുടെ കൂടെ ഉണ്ടാവില്ല. വെറുതെ ഒറ്റപ്പെട്ടു പോകും ഇതുപോലത്തെ ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ. എനിക്കതേ പറയാനുള്ളൂ. റൈറ്റ്. ശ്രീ TG മോഹൻദാസ്, ഇവിടെ ഈ INL തന്നെ വ്യക്തമാക്കുന്നു ഇത് ഈ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് നേരത്തെ തന്നെ തങ്ങൾ കുടുംബത്തിലേക്ക് എത്തിയതാണ്, ഇനിയും അത്തരത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകും എന്ന് ഒരു പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഭയക്കുന്നുണ്ടാകാം. അതുകൊണ്ട് RSSും BJPയും ഒക്കെയായി ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് ഇത്തരം ഒരു പരാമർശം എന്നാണ് INL പറയുന്നത്. ഞാൻ BJP മുസ്ലിം ലീഗ് സഖ്യം വേണമെന്ന് പരസ്യമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. എന്റെ കയ്യിൽ ഒരു കേന്ദ്ര ഏജൻസി ഒരു തേങ്ങയുമില്ല, മനസ്സിലായോ? ഈ കേന്ദ്ര ഏജൻസി എന്ന് പറഞ്ഞാൽ INL-നും പേടിയുണ്ടാകും. നാളെ ഇത് കൊണ്ട് നമ്മുടെ നേർക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴേ ഒരു ജാമ്യം എടുത്ത് വെച്ചേക്കാം, രാഷ്ട്രീയ പ്രേരിതം. ഇതെല്ലാവരും പറയുന്നതാണ്. ഏത് കേസ് വന്നു കഴിഞ്ഞാലും രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ പറയും. ഇതൊക്കെ പഴകി തെഞ്ഞുപോയ രാഷ്ട്രീയ ആയുധങ്ങളാണ്. പുതിയ വല്ല നമ്പറും ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ INL-നോട്. ആകെ 4-3-7 പേരല്ലേ ഉള്ളൂ, ഒരു ടെമ്പോയിൽ കൊള്ളുന്ന ആളല്ലേ ഉള്ളൂ. പിണറായി വിജയൻ പിന്നെ ഡെസ്പറേറ്റ്ലി ഈ മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കാനായിട്ടാണ് INL-ന് മിനിസ്ട്രി ഒക്കെ കൊടുത്തത്. ഇതൊക്കെ ആർക്കാ അറിഞ്ഞുകൂടാത്തത്? പുതിയ നമ്പർ ഇറക്കാൻ പറ, പഴയതൊക്കെ പോട്ടെ. അല്ല, അങ്ങനെ നമുക്ക് പൂർണ്ണമായും പറഞ്ഞ് തള്ളാൻ സാധിക്കുമോ? ഇതിപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ടു പിന്നാലെ നടത്തിയ ഒരു പരാമർശമായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളുടേത്. പക്ഷെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഗ്യാൻവാബിയിലെ അറയിൽ പൂജ നടത്താൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുമതി ഉണ്ടാകുന്നു, ഉടൻ തന്നെ പൂജ ആരംഭിക്കുന്നു. മധുരയിലും അല്ലെങ്കിൽ താജ്മഹലിലും അടക്കമൊക്കെ അവകാശവാദം ഉന്നയിക്കുകയാണ് ഈ സംഘപരിവാർ. ഉന്നയിക്കുമല്ലോ, അതുകൊണ്ട് ആർക്കും ഏത് അവകാശവും അത് ഉന്നയിക്കാം. സെക്രട്ടേറിയറ്റ് എന്റെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മുനിസിപ്പൽ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടീസ് വരും. അല്ല, അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അത് വലിയ ആശങ്കയല്ലേ സൃഷ്ടിക്കുന്നത്? എന്ത് ആശങ്ക? ഈ വസ്തു വല്ലതിന്റെ ആണെന്ന് നമ്മൾ കൈകറി വെച്ചിരിക്കുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ? അതിൽ ആശങ്കപ്പെടാൻ എന്താ? അങ്ങനെയല്ലല്ലോ, നമുക്ക് ഈ രാജ്യത്ത് തന്നെ പാസ്സാക്കപ്പെട്ട ആരാധനാ ബിൽ ഉണ്ടല്ലോ. അത് പ്രകാരം 947 ശേഷമുള്ള അവസ്ഥ തുടരണം. അത് ബാധകമല്ലാത്തത് ബാബറി മസ്ജിദിൽ മാത്രമായിരുന്നല്ലോ. ഇല്ല, അതിനകത്തെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കെട്ടിടത്തിന്റെ ക്യാരക്ടർ നിലനിർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ഏൻഷ്യൻ മോണുമെന്റ് ആക്ടിന്റെ നിർവചനത്തിൽ പെടും എന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ആക്ടിന്റെ സെക്ഷൻ 4-ഉം സബ്സെക്ഷൻ 1, 2, 3 ഒക്കെ വായിച്ചു നോക്കിയാൽ അത് വ്യക്തമാകും. ഒരു കെട്ടിടത്തിന്റെ ക്യാരക്ടർ എന്താ? അത് ക്ഷേത്രമാണ്. അത് 150 വർഷം അല്ലെ 500 വർഷം കള്ളം കയറി താമസിച്ചു വിചാരിച്ചിട്ട് ക്ഷേത്രം അല്ലാതാകുക? ഇത് കൊള്ളാമല്ലോ. അല്ല, അപ്പോൾ പിന്നെ ഈ INL പറയുന്നിടത്ത് ചില ന്യായങ്ങളില്ലേ? ഇത്തരം വാദഗതികൾക്ക് ഊർജം പകരുന്ന ഒന്നായി മാറുകയല്ലേ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന എന്നുള്ളതാണ്. എങ്ങനെ ഊർജം പകരുന്നു? ഇനി ഊർജം പകർന്നാൽ തന്നെ എന്താ അതിൽ തെറ്റ്? ഈ യഥാർത്ഥ അവകാശിക്ക് ഒരു പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് തങ്ങൾ പറഞ്ഞതെങ്കിൽ അതിലെന്താ തെറ്റെന്താ? അത് വിശ്വാസികളായ സ്ഥലം കയ്യേറിയിട്ട് 47 മുതൽ അങ്ങോട്ട് എന്താ ഉൾക്കൊള്ളാൻ? ഞാൻ പറയട്ടെ, എന്റെ അപ്പൂപ്പന്റെ കയ്യിലിരിക്കുന്ന സ്ഥലം ഒരു തെമ്മാടി തട്ടിപ്പറിച്ചു. എന്നിട്ട് അയാൾക്ക് ഭരണ സ്വാധീനം ഉണ്ട്. അയാൾ ഒരു ആക്ട് അങ്ങ് പാസ്സാക്കി. അയാൾ കയ്യേറിയ ദിവസം മുതൽ അയാളുടെ ആണെന്ന് പറഞ്ഞു. ഇത് എന്തൊരു ന്യായം? അല്ല, അങ്ങനെ ചരിത്രം മുഴുവനൊക്കെ പരിശോധിച്ച് പോകാൻ പറ്റുമോ? ഇപ്പോൾ വേറെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഖനനം നടത്തിയാൽ ബുദ്ധ വിഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചേക്കാം എന്നൊക്കെ തരത്തിലുള്ള പരാമർശം. ഞാൻ വെല്ലുവിളിക്കുകയാണ്, നടത്ത് ASIയെ വിളിച്ചിട്ട് ശബരിമലയുടെ പരിസരം. അവിടെയാണ് ഈ ഭരണവും അധികാരവും പ്രധാനപ്പെട്ടതാവുന്നത്. അതുള്ളത് കൊണ്ടല്ലേ താങ്കൾക്ക് വെല്ലുവിളിക്കാൻ സാധിക്കുന്നത്?
ഇത് ഞാൻ കോടതിയിലല്ലേ വെല്ലുവിളിച്ചിരിക്കുന്നത്? ആ ഇതെന്താ നരേന്ദ്രമോദി പോയിട്ടാണോ ജ്ഞാനം അഭി തുറന്നു കൊടുത്തത്? കോടതി ഉത്തരവനുസരിച്ചല്ലേ. എത്ര കാലമായി അവർ കേസുമായിട്ട് നടക്കുന്നു? നിങ്ങളെല്ലാം അവഗണിച്ച വിഷ്ണു ശങ്കർ ജെയിൻ എന്ന് പറഞ്ഞൊരു ചെറിയ വക്കീല്, മുനിസിപ്പൽ കോടതിയിലെ വക്കീല, ആ വക്കീലാണ് ഇപ്പൊ ഭൂമി വിലക്കം ഉണ്ടാക്കുന്നത്. ഒരു നരേന്ദ്രമോദിയല്ല, ഒരു കപിൽ സിബലും അല്ല. അപ്പോൾ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്താണ് ഈ INL ഒക്കെ ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? സംശുദ്ധമായി മുസ്ലിം വർഗീയത വേറെ ഒന്നുമല്ല. ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളാണ് മുസ്ലിങ്ങളുടെ സംരക്ഷകരെന്ന് വരുത്തുക, മുസ്ലിം ലീഗ് കഴിവില്ലാത്തവരാണെന്ന് വരുത്തുക. ഇതൊക്കെ ആർക്കാ മനസ്സിലാവാത്ത ഈ കളിയൊക്കെ? അതാ ഞാൻ പറഞ്ഞു, ഈ പഴയ നമ്പറൊക്കെ മാറ്റിയിട്ട് പുതിയ നമ്പർ വല്ലതും ഉണ്ട്. ഈ KT ജലീൽ പറഞ്ഞുവെങ്കിലും മറ്റ് CPI നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു പ്രതികരണമോ ഒന്നും വന്നിട്ടില്ല. താങ്കൾക്ക് എന്താണ് പാർട്ടിയൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ജലീലിന്റെ നിലപാട്? KT ജലീലിന്റെ നിലപാട് സ്വീകരിക്കും. പാർട്ടി ഇപ്പൊ നേരിട്ട് അതിൽ ഇടപെടാത്തത് പാർട്ടി ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് മുസ്ലിം ലീഗ് അവരുടെ കൂടെ വരുന്നതാണ്. അതുകൊണ്ട് പാർട്ടിക്ക് പറയാനുള്ളത് ജലീലിനെ കൊണ്ട് പറയിപ്പിക്കുന്നു. അപ്പൊ വേണമെങ്കിൽ കൈയൊഴിയാം, ഇല്ലെങ്കിൽ കെട്ടിപ്പിടിക്കാം. ശ്രീ അബ്ദുൾ അസീസ്, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ TG മോഹൻദാസിന്റെ കുറച്ച് തിരക്കിലാണ്, അപ്പൊ ഞാൻ കട്ട് ചെയ്യാണ്. ശരി. ശ്രീ അബ്ദുൾ അസീസ്, അതായത് ഒരു തരം വർഗീയത ആളിക്കത്തിക്കുക എന്നതിനു വേണ്ടിയാണ് INL ഇപ്പോൾ ഇത്തരം പരാമർശങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നാണ് TG മോഹൻദാസ് പറയുന്നത്. അത് പറയാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. TG മോഹൻദാസ് പറഞ്ഞ ഒരു കാര്യത്തെ പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞത് ഒരാൾക്ക് അവകാശപ്പെട്ട ഭൂമി അത് അന്യൻ കയ്യേറിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുക എന്നത് ന്യായമല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അവിടെയാണ് എന്റെയും സ്റ്റാൻഡ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സുന്നി വഖഫ് ബോർഡിന്റേതാണ് 2.77 ഏക്കർ ഭൂമി എന്നാണ്. ആ ഭൂമി BJPയും RSSും കയ്യേറിയിരിക്കുന്നു, അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു. അത് തിരിച്ചു കൊടുക്കുക എന്നതാണ് ഇപ്പോൾ നിലനിൽക്കേണ്ട ന്യായം. അതാണ് TG മോഹൻദാസും പറഞ്ഞിരിക്കുന്നത്. അക്കാര്യത്തെ പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇതിൽ അന്തിമമായ ഒരു തീർപ്പ് നമ്മുടെ രാജ്യത്ത് കൽപ്പിക്കേണ്ടത് ആരാണ് ശ്രീ അബ്ദുൾ അസീസ്? തീർച്ചയായിട്ടും കോടതിയാണ് കൽപ്പിക്കേണ്ടത്. കോടതിയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഭൂമി സുന്നി വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ്. ക്ഷേത്രം എവിടെ നിർമ്മിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്? ഇതുവരെ സംസാരിച്ചത് ക്ഷേത്രം എവിടെ നിർമ്മിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്? ക്ഷേത്രം എവിടെ നിർമ്മിക്കണമെന്ന് പറയേണ്ടത് ഞങ്ങളല്ല, കോടതി അക്കാര്യം പറഞ്ഞു. ഞങ്ങൾ കോടതിയെ അംഗീകരിക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വളരെ വേദനയോടുകൂടി ഞങ്ങൾ നോക്കി നിൽക്കുക, നിസ്സംഗരായി നോക്കി നിൽക്കുക. അതാണ് രാജ്യത്തെ സ്ഥിതി എന്നതുകൊണ്ട് അത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. TG മോഹൻദാസും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് രാജ്യം ഭരിക്കുന്നത്. അതാണ് മോഹൻദാസിന്റെ അഭിപ്രായമെങ്കിൽ 2.77 ഏക്കർ ഭൂമി സുന്നി വഖഫ് ബോർഡിന്റേതാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു. അവിടെ നിന്ന് ഏതെങ്കിലും തെമ്മാടികൾ കയ്യേറിയത് ഒഴിപ്പിക്കുകയല്ലേ വേണ്ടത് എന്ന മോഹൻദാസിന്റെ ചോദ്യത്തെ ഞാൻ അടിവരയിടുകയാണ്. അങ്ങനെ കയ്യേറിയവരെ ഒഴിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ടത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഏത് നിലയിലാണ് ഒഴിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആരാണ് ഒഴിപ്പിക്കാൻ ഉത്തരവിടേണ്ടത്? ആരാണ് അതിന് നിർദ്ദേശം നൽകേണ്ടത്? കോടതിയാണ്. മോഹൻദാസിന് ഈ അഭിപ്രായമുണ്ടെങ്കിൽ RSSന്റെ നേതൃത്വത്തോട് മോഹൻദാസ് പറയണം, കോടതി ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു, അന്യായമായ കയ്യേറ്റം നമുക്ക് വിട്ടുകൊടുക്കണം. അതാണ് ന്യായം. ഈ ക്ഷേത്ര നിർമ്മാണം, അതായത് താങ്കൾ ഈ പറയുന്ന വാദഗതിയിൽ അടക്കം ഇപ്പോൾ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. സുപ്രീം കോടതി തീരുമാനപ്രകാരമാണ് ഉത്തർപ്രദേശ് സർക്കാർ ഭൂമി നൽകിയിട്ടുള്ളത്, മസ്ജിദിനടക്കം ഭൂമി നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, ഇനി മസ്ജിദ് നിർമ്മിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഇനിയും ഈ ഹിന്ദു അല്ലെങ്കിൽ ഇസ്ലാം വൈരാഗ്യം എന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്പർദ്ധ അത് നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണോ താങ്കൾ ഈ പറയുന്നത്? ഒരിക്കലും പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ഞങ്ങൾ നിശബ്ദരായി നിന്നത്. അവിടെ സംഘപരിവാർ അവരുടെ പരിപാടി അവസാനിപ്പിച്ചില്ല. നിങ്ങളിപ്പോ തന്നെ പറഞ്ഞല്ലോ, ഗ്യാൻ വ്യാപി മസ്ജിദിനകത്ത് അതിന്റെ നിലവറയിൽ പൂജ ആരംഭിച്ചു. ഡൽഹിയിൽ 600 വർഷം പഴക്കമുള്ള ഒരു പള്ളി അവർ തകർത്തു തരിപ്പണമാക്കി. താജ്മഹലിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു, കുത്തബ് മിനാറിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഒരു പാർലമെന്റ് അംഗം പറഞ്ഞത് ഇന്ത്യയിലെ 20 ലക്ഷം പള്ളികൾ ഞങ്ങൾക്കുള്ളതാണ് എന്നാണ്.
ടി.ജി. മോഹൻദാസ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണം. അദ്ദേഹം പാർലമെന്റ് അംഗത്തിന്റെ നിലപാടിനെ തള്ളിപ്പറയുമോ? അപ്പോ കാലാകാലമായി മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരാവേദനയുണ്ടല്ലോ, അത് ഭാവിയിലും ഈ രാജ്യമുള്ള കാലത്തോളം നിലനിൽക്കും എന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുമ്പോൾ മനസ്സിലാവുന്നത്. അതിനാണ് ടി.ജി. മോഹൻദാസ് മറുപടി പറയേണ്ടത്. ടി.ജി. മോഹൻദാസ് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് കൂടിയാണ് INL നടത്താൻ ശ്രമിക്കുന്നത് എന്നാണ്. താങ്കളുടെ ഈ നിലപാടിനും INLന്റെ നിലപാടിനും മുസ്ലിം സമൂഹത്തിൽ നിന്ന് കൂടുതൽ പിന്തുണ ലഭിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നോടാണോ? അതെ, ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാവോ? ടി.ജി. മോഹൻദാസ് പറയുന്നത് ഇത് കൃത്യമായി രാഷ്ട്രീയമായ മുതലെടുപ്പ് കൂടിയാണ്. ഇസ്ലാം മതവിശ്വാസികളെ സംരക്ഷിക്കാൻ ലീഗിന് സാധിക്കില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അപ്പോൾ INLന്റെ ഈ നിലപാടിന് മുസ്ലിം സമുദായത്തിൽ നിന്ന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നു. ക്ഷമിക്കണം, ഇസ്ലാം മതവിശ്വാസികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് INLന്റെ നിയോഗം എന്ന് ആരും INL എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ നാഷണൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പിന്നോക്ക പീഡിത ജനവിഭാഗങ്ങളുടെ താല്പര്യം മാത്രമാണ് അവർ സംരക്ഷിക്കുന്നത്. ഇതൊരു മുസ്ലിം പാർട്ടിയല്ല, ഇതൊരു സെക്കുലർ പാർട്ടിയാണ്. ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതിന് മുസ്ലിം സമുദായവുമായോ മുസ്ലിം സാമുദായിക താല്പര്യങ്ങളുമായോ ആ നിലയിൽ ബന്ധമില്ല. എന്നാൽ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുക എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതിന്റെ ഭാഗമായി മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കും. അതാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ പറയുന്ന വിഭാഗത്തിലാണല്ലോ ഇപ്പോൾ മുസ്ലിം സമുദായം വരുന്നത്. അവരുടെ കൂടുതൽ പിന്തുണ ലഭിക്കുമോ? പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, പിന്നോക്ക ജനവിഭാഗം അവരെല്ലാം വരുന്നത്. അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ സംസാരിക്കും. അതിൽ പെടുന്ന ഒരു വിഭാഗമാണല്ലോ മുസ്ലിം വിഭാഗവും. ഇന്ത്യയിലെ BJP, സംഘപരിവാർ ഉൾപ്പെടെയുള്ളവർ പ്രതിനിധാനം ചെയ്യുന്നത് ന്യൂനപക്ഷമായ സവർണ സമൂഹത്തെ മാത്രമാണ്. ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നതോ ഞങ്ങളോടൊപ്പം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതോ അങ്ങനെയുള്ള ന്യൂനപക്ഷമായ സവർണ വിഭാഗത്തെ അല്ല, മറിച്ച് ചരിത്രാതീത കാലം മുതൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളെയാണ്. ഒരു സമുദായത്തെ ഫോക്കസ് ചെയ്യുക എന്നതോ സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം വർഗീയമായി സംഘടിക്കുക എന്നതോ ഞങ്ങളുടെ നിലപാടല്ല, അത് ഞങ്ങളുടെ പാർട്ടി പോളിസിയും അല്ല. റൈറ്റ്. ഇതിൽ ഈ ലീഗ് നിലപാട്, ലീഗ് എന്നതല്ല, ക്ഷമിക്കണം, ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടിനോട് ഇസ്ലാം മതവിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക വിഭാഗത്തിന് വലിയ വിയോജിപ്പുണ്ടാകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇസ്ലാമിക മുസ്ലിം സമുദായം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിശക്തമായി രംഗത്തു വന്നിരിക്കുന്നു. ഖുർആനെയും പ്രവാചക വചനങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാട് ഇസ്ലാം വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മതപണ്ഡിതന്മാരിൽ ചിലർ പോലും രംഗത്ത് വന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്ക് കാണാനും കഴിഞ്ഞു. താങ്കൾ തന്നെ ഇടതുപക്ഷ നിലപാടാണ് എന്ന് പറയുമ്പോൾ ഈ ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളാണല്ലോ CPIM-ഉം CPI-യും. അവർ ഈ വിഷയത്തിൽ എന്തുകൊണ്ടായിരിക്കാം വലിയ പ്രതികരണങ്ങൾക്ക് തയ്യാറാകാത്തത്? അവർ സമയം ആകുമ്പോൾ പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇടതുപക്ഷ സഹയാത്രികനായ ഇടതുപക്ഷ പാർലമെന്ററി പാർട്ടി അംഗമായ ശ്രീ KT ജലീൽ അതിശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇടതുപക്ഷ സഹയാത്രികരായ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ സജീവമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇപ്പൊ സെഷൻ നടക്കുകയാണ്, അസംബ്ലി സെഷൻ നടക്കുകയാണ്, ബജറ്റ് നടക്കുകയാണ്. സ്വാഭാവികമായും സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ളവർ അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരിക്കും. സ്വാഭാവികമായും ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളിൽ പരാമർശിക്കേണ്ടിടത്ത് അവർ രംഗത്ത് വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തായാലും ഈ പ്രതികരണങ്ങൾക്കപ്പുറത്ത് മറ്റേതെങ്കിലും പ്രതിഷേധങ്ങൾക്കോ INL താല്പര്യപ്പെടുന്നുണ്ടോ? പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടത് പൊതുസമൂഹത്തിനിടയിൽ നിന്നാണ്. ഞങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭം വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരായി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആശയവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടും വിമർശന വിധേയമാക്കപ്പെടുന്നത് സമുദായത്തിനകത്താണ്. അക്കാര്യം സമുദായവും സമുദായ പ്രായിക പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും തിരിച്ചറിയും, അവർ നിലപാടെടുക്കുകയും ചെയ്യും. ഞങ്ങൾ അതേക്കുറിച്ച് ഒരു പ്രക്ഷോഭ രംഗത്തേക്ക് പോകേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. റൈറ്റ്. എന്തായാലും താങ്കൾ ഈ മതപരമായ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷ നിലപാടുമായി മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. വളരെ നന്ദി ശ്രീ അബ്ദുൾ അസീസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. നേരത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പരാമർശം ആണ് ഇപ്പോൾ കൂടുതൽ വിവാദത്തിന് വഴി വെച്ചിരിക്കുന്നത്. INL, KT ജലീൽ, അഡ്വക്കേറ്റ് ഷുക്കൂർ ഉൾപ്പെടെയുള്ളവരെല്ലാം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവനയ്ക്ക് എതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒപ്പം വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നേരത്തെ അബ്ദുൾ അസീസിന്റെ പ്രതികരണം ശ്രദ്ധിച്ചു കാണുമല്ലോ.
ലീഗിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയർന്നു വരും, സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധങ്ങൾ ഉയരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ നിലയിലുള്ള വലിയ വിയോജിപ്പ് ഇപ്പോഴുണ്ടോ ലീഗിനുള്ളിൽ? തീർച്ചയായും ഈ ലീഗിനുള്ളിലെ വിയോജിപ്പുകൾ പരസ്യമായി പുറത്തു പറയുന്നില്ല എങ്കിൽ പോലും അണികൾക്കിടയിൽ തികഞ്ഞ അസംതൃപ്തി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കെയാണ് ഇത്തരമൊരു വിവാദത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആശങ്കയോടെ കണ്ടിരുന്ന പല കാര്യങ്ങളും, സിവിൽ കോഡും ഒപ്പം ഈ പാലസ്തീൻ വിഷയം പോലുള്ള പല കാര്യങ്ങളും CPM കൃത്യമായ സമയത്ത് ഇടപെടുകയും കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ബാബറി മസ്ജിദിലെ സ്ഥാനത്തുള്ള ക്ഷേത്ര നിർമ്മാണം, അയോധ്യ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ വ്യത്യസ്ത നിലപാടുകളുമായി കോൺഗ്രസും CPM-ഉം ലീഗുമൊക്കെ രംഗത്തെത്തുകയും ചെയ്തത്. എന്നാൽ ആ പ്രാണപ്രതിഷ്ഠയുടെ അലയലുകൾ അടങ്ങി അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗ്യാൻവാപിയിലെ അറ പൂജയ്ക്കായി തുടർന്നു. അതാണല്ലോ അനീഷ് സൂചിപ്പിച്ചതുപോലെ, അതായത് ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് CPIM വളരെ പെട്ടെന്ന് നിലപാടെടുക്കുന്നു, കോൺഗ്രസ് തീരുമാനമെടുക്കാൻ വൈകുന്നു എന്ന വിമർശനം ഉയരുന്നു. ലീഗിനെ CPIM കൂടുതൽ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് ഒരുപക്ഷെ ലീഗിനകത്ത് ഭിന്നിപ്പുണ്ടായേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണല്ലോ. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുക എന്നത് KT ജലീലിൻ്റെയും അബ്ദുൾ അസീസിൻ്റെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അങ്ങനെയെങ്കിൽ ഈ പരാമർശം വലിയ തോതിൽ ലീഗിൻ്റെ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുകയാണോ? തീർച്ചയായും ഈ രാഷ്ട്രീയമായ കാരണങ്ങൾക്കപ്പുറം മറ്റ് ഈ ഇസ്ലാം വിഭാഗത്തിനുള്ളിൽ പോലും ചില ഭിന്നതകൾ ഇതിൽ ഉടലെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന നിൽക്കുമ്പോഴാണ് മറുവശത്ത് കാന്തപുരം വിഭാഗത്തിൻ്റെ പ്രസ്താവനകൾ വരുന്നത്. ഈ അയോധ്യ വിഷയത്തിൽ അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പേരിൽ ഗ്യാൻവാപിയുടെ പേരിൽ ഈ മുസ്ലിങ്ങളെ ആർക്കും പ്രകോപിപ്പിക്കാനോ നിരാശപ്പെടുത്താനോ കഴിയില്ല എന്ന ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ഈ അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ പ്രസംഗം കഴിഞ്ഞ ദിവസം നടത്തുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആ പ്രസംഗം പുറത്തു വരുന്നു. അതിലാണ് വിവാദമായ ശബരിമല ബുദ്ധവിഹാരമായിരുന്നു, മണ്ണിളക്കി നോക്കിയാൽ പലതും കിട്ടും, അമ്മിക്കല്ലിയും കല്ലും ആയുധങ്ങളും, അരിവാൾ കിട്ടിയാൽ അത് ചന്ദ്രക്കല പോലെ തോന്നുമോ, അല്ലെങ്കിൽ കുഴിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സാമഗ്രികൾ തങ്ങളുടെ ആരാധനാ വസ്തുക്കളെന്ന് പലർക്കും തോന്നാം എന്നൊക്കെ പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം എത്തുക. അതായത് ഒരു വശത്ത് ഈ സമസ്തയോടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ലീഗിൻ്റെ പരമപ്രധാന നേതൃത്വം ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ലഘൂകരിക്കുമ്പോൾ മറുവശത്ത് അവരുടെ എതിരാളികളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാന്തപുരം വിഭാഗം കുറച്ചുകൂടി ഊർജ്ജസ്വലമായി അല്ലെങ്കിൽ കുറച്ചുകൂടി ആവേശത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയം മുസ്ലിങ്ങൾക്കെതിരായ ഒരു വികാരമായി മാറുന്നു, അല്ലെങ്കിൽ ആ ആവർത്തനം വീണ്ടും നടക്കുന്നു. അതായത് ബാബറി മസ്ജിദിൽ വിട്ടുവീഴ്ച ചെയ്തപ്പോൾ വീണ്ടും ഗ്യാൻവാപി പള്ളിയിൽ ആവശ്യം ഉന്നയിക്കുന്നു, അത് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അടുത്തത് ഷാഹി ഈദ്ഗാഹ് പള്ളിയാണ്, കൃഷ്ണ ജന്മഭൂമി, അവിടെയും സമാനമായ ഒരു അവസ്ഥ സംഭവിക്കാനുള്ള സാധ്യത. താജ്മഹലിലെ ഉറൂസ് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സമർപ്പിക്കപ്പെടുന്നു, കുത്തും മിനാറിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ബാബറി മസ്ജിദിൻ്റെ ഉള്ള ഏക വിട്ടുവീഴ്ച ചെയ്താലും മറ്റിടങ്ങളിൽ വീണ്ടും വീണ്ടും ആവശ്യങ്ങളുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം. അതിൽ ഒരു വിഭാഗം കൃത്യമായി നിലപാട് സ്വീകരിച്ചു നിൽക്കുമ്പോൾ മറുവിഭാഗത്ത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ളവർ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാവും വരും ദിനങ്ങളിൽ ശ്രമിക്കുക. പ്രത്യേകിച്ചും KT ജലീലും INL പോലെ മുസ്ലിം വിഭാഗത്തിനിടയിൽ സ്വാധീനമുള്ള ആളുകൾ അതിനുള്ള തീവ്രമായ ശ്രമങ്ങൾ തന്നെ നടത്തുമെന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെയെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് UDF-ന്റെ സാധ്യതകളെയാവും വലിയ തോതിൽ ബാധിക്കുമെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. കാരണം മുസ്ലിം വിഭാഗത്തിന് ഗണ്യമായ വോട്ടുകളുള്ള മേഖലകളാണ് മലബാറിലെ പല മണ്ഡലങ്ങളും. അവിടെ ഒരു പുതിയ എഡ്ജിലേക്ക് CPM നീങ്ങാനുള്ള ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുക തന്നെയാണ് INL പോലുള്ളവർ ചെയ്യുന്നത്. തീർച്ചയായും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണത്തിന്മേൽ ഇപ്പോഴും വിവാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് INL-ഉം KT ജലീലും അഡ്വക്കേറ്റ് ഷുക്കൂർ ഉൾപ്പെടെയുള്ളവരുമെല്ലാം വലിയ വിമർശനമാണ് ഉയർത്തുന്നത്. ഇത് RSS-ഉമായുള്ള ധാരണയാണ് എന്ന് INL അവകാശപ്പെടുന്നു. ED-യെ ഭയന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്നത് എന്ന വിമർശനം ഉൾപ്പെടെ ആണ് INL ഉയർത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാർ നൽകിയത്. മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ